ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് തേർഡ് സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഞാൻ എന്നൊന്ന് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ബദ്രുദ്ദീൻ, ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിലെ ഒരു ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിച്ചു അല്ലേ, സെക്കൻഡ് സെമ്മിൽ സി പ്രോഗ്രാമിംഗ് പഠിച്ചു. ഇനി ഈ ഒരു സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള സബ്ജക്റ്റ് ജാവനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതായത് കുറച്ചൊരു വ്യത്യാസമുണ്ട്, ഇതുവരെ നിങ്ങൾ പഠിച്ച കൺസെപ്റ്റിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇതിനകത്ത് ചെയ്യുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സിയും പൈത്തണും പഠിച്ചവർക്ക് ഈ ഒരു സബ്ജക്റ്റ് വളരെ ഈസി ആയിരിക്കും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൺസെപ്റ്റ്. അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസ്. മൊഡ്യൂൾ 1-നകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു ജാവ പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ ഓഫ് എ സിമ്പിൾ ജാവ പ്രോഗ്രാം. ദെൻ ജാവ പ്രോഗ്രാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ റൺ ടൈം എൻവയോൺമെൻറ്റ് എന്താണ്, ദെൻ ജാവ കമ്പൈലർ എന്താണ്, ജാവ വെർച്വൽ മെഷീൻ, ഇതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ദെൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഈ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾ സിയിൽ പഠിച്ച അതേ ഓപ്പറേറ്റേഴ്സ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അഡീഷണലി 2-3 ഓപ്പറേറ്റർ എക്സ്ട്രാ വന്നെന്നുള്ളൂ, വേറെ എല്ലാം സെയിമാണ്. ഓക്കെ, ദെൻ ഓപ്പറേറ്റർ പ്രസിഡൻസ്, അതെല്ലാം സിയിൽ പഠിച്ചത് തന്നെയാണ്. നിങ്ങൾ അതിവിടെ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, കൺസെപ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പഠിക്കുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈഫ് എൽസ്, വൈൽ, ഫോർ, ഇതെല്ലാം നിങ്ങൾ സിയിൽ പഠിച്ച അതേ സിൻറ്റാക്സാണ്. അതായത് സിൻറ്റാക്സിൽ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് ഏകദേശം സാമ്യമുണ്ട് ജാവ പ്രോഗ്രാമിന്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സി പ്രോഗ്രാമിംഗ് പഠിച്ച ഒരാൾക്ക് ജാവ പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് പഠിക്കുന്ന വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സ്, അത് പുതിയതായിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ക്ലാസസ്, അബ്സ്ട്രാക്ട് ക്ലാസസ്, ഇൻ്റർഫേസസ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ ജസ്റ്റ് ജാവയുടെ ഒരു പ്രോഗ്രാം എങ്ങനെ ചെയ്യും, ഒരു സിമ്പിളായിട്ടുള്ളൊരു ജാവ പ്രോഗ്രാം എന്താണെന്നുള്ള കൺസെപ്റ്റ് മാത്രമാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. സോ ഊപ്പ് കൺസെപ്റ്റ്, ഊപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് ഊപ്പ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം, അതാണ് ഊപ്പ്. സോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡാറ്റ അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, പ്രൊസീജിയർ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗം, ദെൻ മൈക്രോ സർവീസസ്. അപ്പോൾ ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇതൊക്കെ ഇതിൻ്റെ ഓരോരോ കൺസെപ്റ്റാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റ്. ആദ്യം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളത് പറയാം. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അടുത്ത മൊഡ്യൂൾ പിന്നീട് ടോപ്പിക്ക് വരുന്നുണ്ട്, എങ്കിലും കൂടി ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതായത് റിയൽ വേൾഡിലുള്ള ഏതൊരു കാര്യത്തെയും നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെന്ന്, ഇതൊരു ഒബ്ജക്റ്റ് ആണല്ലോ, എൻ്റെ കയ്യിലിരിക്കുന്ന പെന്ന് ഒരു ഒബ്ജക്റ്റാണ്. മൊബൈൽ ഒരു ഒബ്ജക്റ്റാണ്, റിമോട്ട് കൺട്രോൾ ഒരു ഒബ്ജക്റ്റാണ്, ഇതെല്ലാം ഓരോരോ ഒബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനകത്ത് ഈ ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ കമ്പ്യൂട്ടറിനകത്ത് ഇതുപോലുള്ള ഒബ്ജക്റ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടി വരും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പല ഗെയിം കളിക്കാറുണ്ട്. ഇപ്പോൾ പബ്ജി ഗെയിം, NFS നീഡ് ഫോർ സ്പീഡിൻ്റെ കാർ റേസിംഗ് കളിക്കാറുണ്ട്, EA സ്പോർട്സിൻ്റെ ഫിഫ ഗെയിം കളിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവിടെ റിയൽ വേൾഡിലുള്ള കാര്യങ്ങൾ അതേപോലെ കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സിമുലേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു മെസ്സി എന്നുള്ളൊരു ഫുട്ബോൾ പ്ലെയറെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിഫ ഗെയിം കളിക്കുന്നവർക്ക് കാണാൻ പറ്റും, ആ മെസ്സി എന്നുള്ള ഫുട്ബോളറെ എല്ലാ ഫീച്ചേഴ്സും മാനറും കാര്യങ്ങളൊക്കെ അതേപോലെ കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം മെസ്സി എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു പ്ലെയർ എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റിനെ കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആ മെസ്സി എന്നുള്ള പ്ലെയറിനുള്ള എല്ലാ ഫീച്ചേഴ്സും ആട്രിബ്യൂട്ട്സും ബിഹേവിയർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത്. ഒരു സി പ്രോഗ്രാം യൂസ് ചെയ്ത് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പൈത്തൺ വെച്ച് ചെയ്യാൻ പറ്റേ. പൈത്തൺ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ജാവ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്.
അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് ഈ പറഞ്ഞിട്ടുള്ളതല്ല. ഡാറ്റ അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഇതൊക്കെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ്. ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. സോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റിന് എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. ഒബ്ജക്റ്റ് റെഫറൻസ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു മെത്തേഡ്സ് പഠിക്കുന്നുണ്ട്, കൺസ്ട്രക്ടേഴ്സ് പഠിക്കുന്നുണ്ട്, ആക്സസ് മോഡിഫയർ പഠിക്കുന്നുണ്ട്, ദീസ് കീവേഡ്സ്. ഇതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ മെയിനായിട്ടും കവർ ചെയ്യുന്നത്. അതായത് ജാവയുടെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ പറയും ഈ ഒരു മൊഡ്യൂളിൽ. അതിനുശേഷം ഊപ്പിൻ്റെ കൺസെപ്റ്റ്സ്, ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് പറയും. ദെൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഇൻ ജാവ, അതായത് ഒരു ജാവ പ്രോഗ്രാമിംഗ് വെച്ചിട്ടൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സിലബസിൽ വരുന്നത്, ഫസ്റ്റ് മൊഡ്യൂളിലെ സിലബസിൽ വരുന്നത്. ഇനി എന്തുകൊണ്ട് നമ്മൾ ജാവ പഠിക്കണം, അതാണ് ഇനി നോക്കാനുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നത് റിയൽ വേൾഡിലുള്ള കാര്യങ്ങളെ അതേപോലെ സിമുലേറ്റ് ചെയ്യാനാണ് പഠിക്കുന്നത്. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിൽ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജാവ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ. നിങ്ങൾക്കറിയാം ഇഷ്ടംപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കാലം കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പോകും. കാരണം പുതിയ പുതിയ ടെക്നോളജി വരുന്നതനുസരിച്ച് പഴയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ എടുത്ത് പോകും. പക്ഷേ ജാവ വന്നത് മുതൽ അത് ഇപ്പോഴും അതിന് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു ഫീച്ചറിൻ്റെ പവർ കൊണ്ടാണത്. കാരണം അത്രയും ഫീച്ചേഴ്സ് ജാവയിൽ അവൈലബിൾ ആണ്. പവർഫുൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ. അതുകൊണ്ടാണ് നമ്മൾ ജാവ ഈ ഒരു സെമ്മിൽ പഠിക്കുന്നത്. സോ ജാവ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ജെയിംസ് ഗോസ്ലിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമറാണ് ജാവ ഡെവലപ്പ് ചെയ്തത്. അയാൾ സൺ മൈക്രോ സിസ്റ്റംസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ 1991 ജാവ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ലാംഗ്വേജ് വാസ് ഇനീഷ്യലി കോൾഡ് ഓക്ക്. ഇനീഷ്യലി അതിൻ്റെ പേര് ഓക്ക് എന്നായിരുന്നു, ഓക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നായിരുന്നു. പിന്നീടാണ് അത് ജാവ എന്നുള്ള പേര് 1995 ജാവ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല, ജസ്റ്റ് ഹിസ്റ്ററി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് പറയുന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വോറ കൺസെപ്റ്റ്, റൈറ്റ് വൺസ് റൺ എനിവേർ. അതുകൊണ്ടാണ് ജാവ ഇത്രയും പവർഫുൾ ആണെന്ന് പറയാൻ കാരണം. റൈറ്റ് വൺസ് റൺ എനിവേർ. നിങ്ങൾ ജാവ കോഡ് ഒരു പ്രാവശ്യം എഴുതി അതിനെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം സി പ്രോഗ്രാമിംഗ് പഠിച്ചപ്പോൾ നിങ്ങൾ സി കമ്പൈലേഷൻ പഠിച്ചതായിരിക്കും. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒബ്ജക്റ്റ് കോഡ് കിട്ടും, അല്ലെങ്കിൽ ഒരു മെഷീൻ കോഡ് കിട്ടും. ആ മെഷീൻ കോഡാണ് നിങ്ങൾ പിന്നീട് എക്സിക്യൂട്ട് ചെയ്യുക. ഇതേപോലെ ഒരു ജാവ പ്രോഗ്രാം നിങ്ങൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡോട്ട് ക്ലാസ് എക്സ്റ്റൻഷനുള്ള ഒരു ഫയൽ കിട്ടും. അത് ഞാൻ സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഫയൽ നിങ്ങൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വൺസ് നിങ്ങളൊരു പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കമ്പൈൽ ചെയ്ത് കിട്ടിയിട്ടുള്ള സാധനം നിങ്ങൾക്ക് ഏത് കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടേ റൺ ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ റൈറ്റ് വൺസ് റൺ എനിവേർ. ഒരു പ്രാവശ്യം നിങ്ങൾ കോഡ് എഴുതിയാൽ മതി, അതിനെ കമ്പൈൽ ചെയ്യുക, പിന്നെ കിട്ടുന്ന ആ ഫയൽ ഡോട്ട് ക്ലാസ് ഫയലിനെ നിങ്ങൾക്ക് എവിടെ കൊണ്ടേ എത്ര പ്രാവശ്യം വേണമെങ്കിലും റൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വേറൊരു ഫീച്ചർ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് എന്നുള്ള ഫീച്ചറാണ്. അതായത് ജാവ വെർച്വൽ മെഷീനുള്ള ഏതൊരു കമ്പ്യൂട്ടറിനകത്തും നിങ്ങൾക്ക് ഈ ജാവ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റും. അത് ഈവൻ ഹാൻഡ് ഹെൽഡ് ഡിവൈസ്, മൊബൈൽ ഡിവൈസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ടാബ് ആയിക്കോട്ടെ, എവിടെ വേണമെന്നെങ്കിലും നിങ്ങൾക്ക് ജാവ പ്രോഗ്രാം വളരെ ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇവിടെ റൈറ്റ് വൺസ് റൺ എനിവേർ, വോറ കൺസെപ്റ്റ് ജാവയുടെ ഏറ്റവും വലിയൊരു ഫീച്ചറാണ്. വോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് വൺസ് റൺ എനിവേർ, അതാണ് വോറ. ഓക്കെ, നൗ ഇറ്റ് ഈസ് ഓൺഡ് ബൈ ഒറാക്കിൾ. ജാവ പ്രോഗ്രാം ഇപ്പോൾ ഓൺ ചെയ്യുന്നത് ഒറാക്കിൾ എന്നുള്ള കമ്പനിയാണ്. നിങ്ങൾക്ക് ജാവ പ്രോഗ്രാം നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറാക്കിളിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ജാവ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ഗൂഗിളിൽ ജാവ അല്ലെങ്കിൽ JDK ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡൗൺലോഡബിൾ ഫയൽ കിട്ടും. JDK
ഡൗൺലോഡ് എന്ന് ഗൂഗിളിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് സൈറ്റിലോട്ട് പോകും. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ലിങ്ക് കിട്ടും. ഒറാക്കിളിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ JDK ഫയൽ അല്ലെങ്കിൽ ഇൻസ്റ്റാളബിൾ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അങ്ങനെ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജാവ റൺ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ജാവ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാണ്ട് നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കരുത്, തിയറി പഠിച്ചിട്ടും കാര്യമില്ല. ഇത് മാക്സിമം പ്രോഗ്രാം ചെയ്ത് പഠിക്കുക തന്നെ വേണം. പ്രോഗ്രാം ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് തിയറി മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഒരു പ്രോഗ്രാം കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ തിയറി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് മാക്സിമം പഠിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പ്രോഗ്രാം ചെയ്ത് പഠിക്കുക, ബൈ ഹാർട്ട് പഠിക്കരുത് ഒരിക്കലും. സോ ജാവ പ്രോഗ്രാമിംഗ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്ന് മൊബൈൽ ആപ്ലിക്കേഷൻസ്, അതായത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ, മൊബൈൽ ആപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതൊക്കെ ജാവയിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്ക് എൻഡ് കോഡ് ജാവയാണ്. അതുപോലെ ഡെസ്ക് ടോപ്പ് ആപ്ലിക്കേഷൻസ്, നിങ്ങൾക്ക് ഒരു കാൽക്കുലേറ്റർ ഡെവലപ്പ് ചെയ്യണമെന്ന് കരുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഫോട്ടോഷോപ്പ്, ജിംബ് പോലുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം. അതുപോലത്തെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു യൂസർ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാവ യൂസ് ചെയ്യും. അതേപോലെ വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കണ്ടായിരിക്കും IRCTCയുടെ വെബ്സൈറ്റ് അല്ലേ, IRCTCയുടെ വെബ്സൈറ്റ്, അതിൻ്റെയൊക്കെ ബാക്ക് എൻഡിൽ ഇതുപോലത്തെ ജാവ കോഡായിരിക്കും വർക്ക് ചെയ്യുന്നത്. അത് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് അറിയില്ല, പക്ഷേ ഇതുപോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നിങ്ങളെ KTUവിൻ്റെ വെബ്സൈറ്റ് മുമ്പ് JSP എന്ന് പറഞ്ഞൊരു കോഡിലായിരിക്കും വർക്ക് ചെയ്തിരുന്നത്, ഇപ്പോൾ അത് ഏതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാം വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ, ഓൺലൈനായിട്ട് റൺ ചെയ്യുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനും ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. അതേപോലെ വെബ് സെർവേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ സെർവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ക്ലൈൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ S2 പഠിച്ചിട്ടുണ്ടായിരിക്കും, ഫൗണ്ടേഷൻസ് ഓഫ് കമ്പ്യൂട്ടിങ്ങിൽ ക്ലൈൻറ്റ് സെർവർ ആർക്കിടെക്ചർ. അപ്പോൾ അവിടെ സെർവർ സൈഡിലൊരു പ്രോഗ്രാം റൺ ചെയ്യും, ക്ലൈൻറ്റ് സൈഡിൽ വേറെ പ്രോഗ്രാമും വർക്ക് ചെയ്യും അല്ലേ. അപ്പോൾ ആ സെർവർ സൈഡിലുള്ള കോഡ് ചെയ്യാനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. അതുപോലെ ഗെയിംസ് ഡെവലപ്പ് ചെയ്യാൻ, നിങ്ങൾക്കൊരു ഗെയിം ഡെവലപ്പ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, റിയൽ വേൾഡിലുള്ള കാര്യം അതേപോലെ സിമുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം, ജാവ പ്രോഗ്രാം യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഗെയിമൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാവ പ്രോഗ്രാം യൂസ് ചെയ്യാം. അതുപോലെ ഡാറ്റാബേസ് പ്രോഗ്രാമിങ്, ഡാറ്റാബേസ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ കമ്പ്യൂട്ടറിനകത്ത് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള, സ്ട്രക്ചേർഡ് വേയിൽ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഡാറ്റാബേസ്. അപ്പോൾ ഡാറ്റാബേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഡാറ്റാബേസിന് ഡാറ്റ ഫെച്ച് ചെയ്ത് അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റോറിയൊക്കെ വേണ്ടി വരും, അതിനൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ചെയ്യാനും ജാവ യൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്കൊരു നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം ചെയ്യണം, അതായത് ചാറ്റ് പ്രോഗ്രാം, ഇപ്പോൾ രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ ചാറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ചെയ്യണം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം, അതിന് നിങ്ങൾക്ക് ജാവ യൂസ് ചെയ്യാം. നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ പാക്കേജ് ജാവയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് ടൈപ്പ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജാവ യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. നമുക്കിന്ന് സാമ്പിൾ പ്രോഗ്രാം ഞാൻ കാണിച്ചു തരാം, എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് ഞാൻ സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒരു ജാവ പ്രോഗ്രാം സ്ട്രക്ചർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജാവ പ്രോഗ്രാം ഇനി ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതുവരെ പറഞ്ഞത് തിയറി ആയിരുന്നു, ഇനി ഒരു പ്രോഗ്രാം എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ജാവ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്രോഗ്രാം അല്ല, അപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല കേട്ടോ. ഒരു പ്രോഗ്രാമിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വണ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷനാണ്. ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ അത് കൊടുക്കുന്നത് നല്ലതാണ്. സജസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഡോക്യുമെൻറ്റേഷൻ എന്തിനാണ് നോർമലി ചെയ്യാറ്, നിങ്ങൾ കഴിഞ്ഞ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. കമൻറ്റിങ്, സിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, കുറച്ച് ലൈൻസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ മീനിങ് എന്താണ്, ഇത്രയും ലൈൻസ് ഓഫ് കോഡ് കമ്പൈലർ സ്കിപ്പ് ചെയ്യും, റൺ ചെയ്യില്ല. അതായത് ഈ ഫോർവേഡ് സ്ലാഷിൻ്റെയും സ്റ്റാർ ബാക്ക്വേഡ് സ്ലാഷിൻ്റെ ഉള്ളിൽ വരുന്ന കോഡുകളൊന്നും കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡബിൾ സ്ലാഷ് യൂസ് ചെയ്യാം. ഇതിനുള്ളിൽ സെറ്റ് ഓഫ് ലൈൻസ് എഴുതാം. ഇത് സിംഗിൾ ലൈൻ കമൻ്റ് ആണ്.
ദിസ് ഈസ് സിംഗിൾ ലൈൻ കമാൻഡ്. അടുത്ത ലൈനിലും കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. സോ ദീസ് ആർ കമൻറ്റ് എന്ന് പറയും. അതായത് കമ്പൈലർ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിൽ നിങ്ങൾ ഇതുപോലത്തെ കമൻറ്റ് യൂസ് ചെയ്ത് എന്ത് ചെയ്യും? ഇതുപോലത്തെ കമൻറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. അതെന്തിനാണ്? ഇത് നിങ്ങളിനി താഴെ എഴുതാൻ പോകുന്ന പ്രോഗ്രാമാണ്. ഇതൊരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി താഴെ എഴുതാൻ പോകുന്ന പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാണിക്കാനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 2 നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണെന്ന് എഴുതുക. 2 നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണെന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലൈന് ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിൽ എന്ത് എഴുതും? / ഇട്ടിട്ട് പ്രോഗ്രാം ടു ആഡ് 2 നമ്പേഴ്സ് എന്ന് എഴുതും. പിന്നെ നിങ്ങൾ പ്രോഗ്രാമും എഴുതും. ഓക്കെ. അപ്പോൾ ഈ ലൈൻ എന്താണ്? ഒരു ഡോക്യുമെൻറ്റേഷൻ സെക്ഷനാണ്. അത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുകയാണ്. അതായത് നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ളതൊന്നും പറയുകയാണ്. അതാണ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ. പിന്നുള്ളത് പാക്കേജ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതും ഓപ്ഷണലാണ്. പാക്കേജ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് നിങ്ങൾക്ക് പാക്കേജ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രോഗ്രാമിനകത്ത് പാക്കേജ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. പാക്കേജ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ലൈബ്രറി ഫങ്ഷൻസ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിയിൽ ഹെഡർ ഫയൽസ് പഠിച്ചു അല്ലേ? #include stdio.h അല്ലേ? #include stdio.h. അതേപോലെ അതെന്തിനാണ്? അവിടെ നിങ്ങൾ ഒരു ഹെഡർ ഫയലിനെ നിങ്ങളെ പ്രോഗ്രാമിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തത്. stdio.h എന്നുള്ള ആ ഒരു ഹെഡർ ഫയലിനെ നിങ്ങളെ പ്രോഗ്രാമിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് #include ചെയ്തത്. അതേപോലെ ഇവിടെ അതിന് പകരമായിട്ട് ഇവിടെ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാക്കേജുകൾ നിങ്ങളെ പ്രോഗ്രാമിനകത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം. അതായത് വേറെ ആരോ ഡെവലപ്പ് ചെയ്ത് വെച്ച പാക്കേജ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ ഇമ്പോർട്ട് ചെയ്യണം. അത് പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ തൽക്കാലം ഇത്ര മനസ്സിലാക്കുക. അതായത് എക്സ്റ്റേണൽ മൊഡ്യൂൾസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫങ്ഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം. അതിനാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ ഇൻ്റർഫേസ് സ്റ്റേറ്റ്മെൻറ്റ്, ക്ലാസ് ഡെഫിനേഷൻസ്, ഇത്തരം കാര്യങ്ങൾ ഓപ്ഷണലാണ്, നിർബന്ധമില്ല കൊടുക്കണം എന്നുള്ളത്. ഓക്കെ. അടുത്തത് വരുന്നതാണ് മെയിൻ മെത്തേഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാണ്ടൊരു പ്രോഗ്രാം വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. നിങ്ങൾ സിയിൽ വോയിഡ് മെയിൻ പഠിച്ചു അല്ലേ? വോയിഡ് മെയിൻ എന്നുള്ള ഫംഗ്ഷൻ പഠിച്ചു. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നിങ്ങൾ സി പ്രോഗ്രാം എഴുതാറ് അല്ലേ? ഇതിനുള്ളിലാണ് സി പ്രോഗ്രാം എഴുതാറ്. ഇതേപോലെ നിങ്ങൾ ജാവ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ അതിനും ഇതുപോലൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. എന്താണുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ജാവക്കും ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. അവിടെ തൊട്ടാണ് നിങ്ങളെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ മെയിൻ മെത്തേഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ. ഓക്കെ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഫസ്റ്റ് വണ്ണും കൊടുക്കാൻ നിർബന്ധമില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ചെറിയൊരു കോഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ചെറിയൊരു ജാവ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ദിസ് ഈസ് എ സിമ്പിൾ ജാവ പ്രോഗ്രാം എന്നുള്ള ഈ ഒരു മെസ്സേജ് മോണിറ്ററിൽ പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷൻ നോക്കിയാൽ ഇതാണ് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ, ഫസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നുള്ളത് പാക്കേജ്, ഇമ്പോർട്ടിംഗ് പാക്കേജ്, ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ദെൻ ഇത് നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഒരു ക്ലാസ് മസ്റ്റാണ്. നിങ്ങൾ സി പ്രോഗ്രാം പഠിച്ചവർക്ക് അറിയാൻ പറ്റും. നിങ്ങൾ സിയിൽ എന്താ ചെയ്യുന്നത്? ഒരു #include stdio.h ഉണ്ട്. ദെൻ ഒരു വോയിഡ് മെയിൻ ഉണ്ട്. ആ വോയിഡ് മെയിനുള്ളിലാണ് എല്ലാ കോഡും എഴുതാറ്. പക്ഷേ ഇവിടെ അങ്ങനെ എഴുതരുത്. ഇവിടെ ആദ്യം ഒരു ക്ലാസ് ആണ് എഴുതേണ്ടത്. ക്ലാസ് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റുകളുടെ ഒരു കളക്ഷനാണ്. അപ്പോൾ ആദ്യം ഒരു ക്ലാസ് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. ആ ക്ലാസ്സിനുള്ളിലാണ് നിങ്ങൾ മെയിൻ ഫംഗ്ഷൻ എഴുതുക. ഈ ലൈൻ എന്താണ്? ഈ ലൈൻ ഒരു കമൻറ്റിങ് ആണ് അല്ലേ? കമൻ്റ്.
കമൻ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും പഠിച്ചതാണ്, സിയിലും പൈത്തണിലും പഠിച്ചതാണ്. കമൻറ്റ് ലൈന് കണ്ടു കഴിഞ്ഞാൽ കമ്പൈലർ ആ ലൈന് സ്കിപ്പ് ചെയ്യും, റൺ ചെയ്യില്ല. സോ യുവർ പ്രോഗ്രാം ബിഗിൻസ് വിത്ത് എ കോൾ ടു മെയിൻ. അത് ജസ്റ്റ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുന്നുള്ളൂ. സോ അത് ഡബിൾ സ്ലാഷ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഒന്നെങ്കിൽ ഡബിൾ സ്ലാഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫോർവേഡ് സ്ലാഷ് സ്റ്റാറും ദെൻ സ്റ്റാർ ബാക്ക്വേർഡ് സ്ലാഷും യൂസ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മളെ മെയിൻ ഫംഗ്ഷൻ വരുന്നത്. ഇവിടെ തൊട്ടാണ് നമ്മളെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക, മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ മെയിൻ ഫംഗ്ഷന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, അതേപോലെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇതിനുള്ളിൽ നിങ്ങൾ എന്ത് എഴുതി കഴിഞ്ഞാലും അതാണ് വർക്ക് ചെയ്യുക. നിങ്ങൾ പ്രോഗ്രാം ലോജിക്ക് അതിനുള്ളിലാണ് എഴുതേണ്ടത്. ഇപ്പോൾ 2 നമ്പർ ആഡ് ചെയ്യേണ്ട കോഡാണെന്നെങ്കിൽ ഈ 2 മെയിൻ ഫംഗ്ഷൻ്റെ ഈ 2 ബ്രാക്കറ്റിനുള്ളിലാണ് എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? പിന്നെ ഫൈനലി നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത ആ ക്ലാസ് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ചെറിയൊരു ജാവ പ്രോഗ്രാം. ഇതൊന്ന് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്തോളൂ, എങ്ങനെ ജാവ പ്രോഗ്രാം ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് സ്ക്രീനൊന്ന് സ്വിച്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് നമുക്ക് ചെറിയൊരു ജാവ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ജാവ പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളെ കമ്പ്യൂട്ടറിനകത്ത് ജാവ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് JDK ഡൗൺലോഡ് ചെയ്യണം. അത് ഒറാക്കിളിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് നിങ്ങളെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രോഗ്രാം റൺ ചെയ്യാം. അത് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ ജാവ കമ്പൈലർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, ഓൺലൈൻ ജാവ കമ്പൈലർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ലിങ്ക് കിട്ടും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ലിങ്ക് യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ഒരു സാമ്പിൾ കോഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കമൻറ്റിംഗ് ആണ്. ഇതാണ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ. ഫസ്റ്റ് 2 ലൈന് ഡോക്യുമെൻറ്റേഷൻ സെക്ഷനാണ്. പിന്നെ നമ്മളെ ക്ലാസ് മെയിൻ ക്ലാസ് ആണത്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഈ ക്ലാസ് നെയിമും നിങ്ങളെ പ്രോഗ്രാം നെയിം, ഇവിടെ എന്താണ് പ്രോഗ്രാം നെയിം, main.java, ഇത് രണ്ടും സെയിം ആയിരിക്കണം. ഇതിപ്പോൾ ഞാൻ ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, നിങ്ങൾ കമ്പ്യൂട്ടറിനകത്തല്ല. ദെൻ നമ്മുടെ മെയിൻ ഫംഗ്ഷന് ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുള്ളിൽ എന്താണോ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ വേണ്ടത് വെൽക്കം ടു ജാവ പ്രോഗ്രാം എന്ന് കൊടുക്കാം. വെൽക്കം ടു ജാവ പ്രോഗ്രാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കാണാൻ പറ്റും, വെൽക്കം ടു ജാവ പ്രോഗ്രാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമ്പ്യൂട്ടറിനകത്ത് ജാവ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യാണ്ട് നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ജാവ നിങ്ങളെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള മെത്തേഡാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങളെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒരു ടെക്സ്റ്റ് എഡിറ്റർ വേണം അല്ലേ. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ആയോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യും? അതിന് നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. കമ്പ്യൂട്ടറിനകത്ത് CMD, വിൻഡോസ് ആണെങ്കിൽ CMD എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കമാൻഡ് പ്രോംപ്റ്റ് വരും. ലിനക്സ് ആണെങ്കിൽ ടെർമിനൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതെന്ന് തോന്നുന്നു, നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ ജാവാസിന്ന് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെസ്സേജ് ആണ് വരുന്നതെങ്കിൽ അതിന് മീനിങ് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ജാവ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്നാണ്. ഇങ്ങനെ സെറ്റ് ഓഫ് പാക്കേജ് ഓപ്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ജാവ ഈസ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് ഇൻ യുവർ സിസ്റ്റം. ഇത് ജസ്റ്റ് ചെക്ക് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞെന്നുള്ളൂ, ഇത് നിങ്ങളെ പ്രോഗ്രാമിന് ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ, നമുക്ക് സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. സ്ക്രീൻ ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്കിനി വേണ്ടത് ജാവ പ്രോഗ്രാം ചെയ്യണം. ജാവ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ്. നിങ്ങൾക്കറിയാം പൈത്തൺ, നിങ്ങളൊരു ഐഡിയിൽ നിന്നുള്ള എഡിറ്റർ അല്ലെങ്കിൽ പൈച്ചാം അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇതുപോലുള്ള എഡിറ്ററിലാണ് പ്രോഗ്രാം ചെയ്യുക, അല്ലെങ്കിൽ നോട്ട് പാഡ്. C പ്രോഗ്രാമിംഗ് ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്തത്, ഒരു എഡിറ്ററിലാണ് നിങ്ങൾ ചെയ്തത്. ലിനക്സിലാണെങ്കിൽ VI ടെർമിനലിലാവും ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ geditലാവും ചെയ്തിട്ടുണ്ടാവുക അല്ലേ, VI ടെക്സ്റ്റ് എഡിറ്റർ. അപ്പോൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് വിൻഡോസ് ആണ് എൻ്റെ കമ്പ്യൂട്ടർ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് വിൻഡോസ് ആണ്. അപ്പോൾ വിൻഡോസിനകത്ത് നിങ്ങൾക്ക് നോട്ട് പാഡ് ഉണ്ട്, നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം.
ഈ നോട്ട് പാഡിൽ ഇവിടെ പ്രോഗ്രാം ചെയ്യാം. ഇതിനാണ് പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനാണ്, അത് കൊടുക്കണം നിർബന്ധമില്ല. സെക്കൻഡ് ലൈൻ ഒരു ക്ലാസ് എഴുതുക എന്നുള്ളതാണ്. ക്ലാസ് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. നമുക്കിതിനൊരു പേര് കൊടുക്കാം, ഫസ്റ്റ് പ്രോഗ്രാം എന്ന് കൊടുക്കാം. ഫസ്റ്റ് പ്രോഗ്രാം, ക്ലാസ് ഫസ്റ്റ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലാസ് നെയിം എന്താണ്? ഫസ്റ്റ് പ്രോഗ്രാം. ഇതിങ്ങനെ തന്നെ കൊടുക്കണം, ഇവിടെ സ്പേസ് ഒന്നും കൊടുക്കരുത്, ഇതിനുള്ളിൽ സ്പേസ് കൊടുക്കരുത്, ഒറ്റ വേർഡാക്കിയിട്ട് തന്നെ എഴുതുക. ക്ലാസ് നെയിം ഫസ്റ്റ് പ്രോഗ്രാം. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതിനുള്ളിലാണ് നിങ്ങൾ മെയിൻ ഫംഗ്ഷൻ എഴുതേണ്ടത്. മെയിൻ ഫംഗ്ഷൻ എങ്ങനെ? ഇതിനകത്ത് മെയിൻ ഫംഗ്ഷൻ എഴുതാനും ഒരു പ്രത്യേകത ഉണ്ട്. അത് വെറുതെ വോയിഡ് മെയിൻ എന്ന് എഴുതരുത്, പകരം എഴുതേണ്ടത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, ഇങ്ങനെ തന്നെ എഴുതണം. ഇത് തൽക്കാലം നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുക, ഇതിൻ്റെ യൂസേജ് എന്താണെന്നുള്ളത് പിന്നീട് പറയാം. പിന്നെ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് പറഞ്ഞു കൊടുക്കണം. കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റും നിങ്ങൾ സിയിൽ കഴിഞ്ഞ സമയത്ത് പഠിച്ചിട്ടുണ്ട്. സോ സ്ട്രിങ് ആർഗ്സ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയട്ടെ, ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട. ദെൻ മെയിൻ്റെ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുക, മെയിൻ്റെ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ പൈത്തൺ പ്രോഗ്രാം സ്ട്രക്ചർ, പൈത്തൺ അല്ല, ജാവ പ്രോഗ്രാം ഒരു സ്ട്രക്ചറായി. അതായത് വോയിഡ് മെയിൻ ഉണ്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇതിനുള്ളിലാണ് നിങ്ങളെ പ്രോഗ്രാം സർക്കസ് ചെയ്യേണ്ടത്. അതായത് പ്രോഗ്രാം ലോജിക് എല്ലാം ഇതിനുള്ളിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ മനസ്സിലായല്ലോ അല്ലേ? അതായത് ഒരു ക്ലാസ് നെയിം, ക്ലാസ് ഡിഫൈൻ ചെയ്യണം, ആ ക്ലാസ്സിനുള്ളിലാണ് മെയിൻ ഫംഗ്ഷൻ എഴുതേണ്ടത്. ഇനി ഇതിൻ്റെ മേലെയാണ്, ഇപ്പോൾ സിയിലാണെങ്കിൽ നിങ്ങൾ ഹാഷ് ഇൻക്ലൂഡ് ചെയ്തു അല്ലേ, ഹാഷ് ഇൻക്ലൂഡ് stdio.h എഴുതും. ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ഇമ്പോർട്ടാണ് എഴുതേണ്ടത്. ഇമ്പോർട്ട് java.io.star. നിങ്ങൾ പൈത്തണിലെ ഇമ്പോർട്ട് മാത്ത് പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇമ്പോർട്ട് മാത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ ഇക്വലൻ്റ് ആയിട്ടല്ല, ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേറ്റഡ് ഫങ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പാക്കേജിനകത്താണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ആ പാക്കേജ് ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് നിങ്ങൾക്ക് പിന്നീട് വലിയ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും. ഇപ്പോൾ തൽക്കാലം അത് വേണ്ട. ഓക്കെ, ഇപ്പോൾ മെയിൻ ഫംഗ്ഷൻ, ഈ മെയിൻ ഫംഗ്ഷനുള്ളിൽ നമുക്ക് ചെറിയൊരു മെസ്സേജ് സിസ്റ്റത്തിനോട് പ്രിൻറ്റ് ചെയ്യാൻ. ഇപ്പോൾ സി പ്രോഗ്രാം ആണെങ്കിൽ പ്രിൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഏതാ യൂസ് ചെയ്യാറ്? നിങ്ങൾ printf ആണ് യൂസ് ചെയ്യാറല്ലേ? ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാൻ printf ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഹലോ വെൽക്കം, printf ആണ് സി ആണെങ്കിൽ യൂസ് ചെയ്യാറ്. പക്ഷേ ഇവിടെ printf അല്ല യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് system.out.print അല്ലെങ്കിൽ println, രണ്ടും യൂസ് ചെയ്യാം. പ്രിൻറ്റും println യൂസ് ചെയ്യാം. println എന്ന് പറഞ്ഞാൽ ന്യൂ ലൈനും കൂടി അതിൻ്റെ കൂടെ വരും, /n കൂടിയും അതിൻ്റെ കൂടെ വരും. അതാണ് println. അല്ലെങ്കിൽ പ്രിൻ്റ് എന്ന് മാത്രം യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇതെന്താ ചെയ്യുക? സിസ്റ്റം ഡോട്ട്, അതായത് സിസ്റ്റത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യിക്കണം. പ്രിൻറ്റ് ചെയ്യേണ്ട മെസ്സേജ് എന്താണ്? ഹലോ വെൽക്കം എന്നുള്ള മെസ്സേജാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? ജസ്റ്റ് ചെറിയൊരു ജാവ പ്രോഗ്രാമാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ സിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സ്ട്രാ വന്നിട്ടുള്ളത് എന്താണ്? ഇവിടെ ഒരു ക്ലാസ് ഡെഫിനിഷൻ വന്നിട്ടുണ്ട്. ആ ക്ലാസ് ഡെഫിനിഷനുള്ളിലാണ് മെയിൻ ഫംഗ്ഷൻ എഴുതേണ്ടത്. മെയിൻ ഫംഗ്ഷൻ വെറുതെ വോയിഡ് മെയിൻ എന്ന് എഴുതരുത്, അതിൻ്റെ കൂടെ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടിയും എഴുതണം. ഇതെന്തിനാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെക്കുക. കാരണം ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു കൺസെപ്റ്റ് മനസ്സിലാവില്ല. പബ്ലിക് എന്താണ്, പ്രൈവറ്റ് എന്താണ്, പ്രൊട്ടക്റ്റഡ് എന്താണ്, സ്റ്റാറ്റിക് എന്താണ്, ഫൈനൽ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന് മാത്രം പഠിച്ചു വെക്കുക. അതുപോലെ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റും അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അതായത് എക്സിക്യൂഷൻ ടൈമിൽ വാല്യൂസ് പ്രോഗ്രാമിനകത്തോട്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്. പിന്നെ മോണിറ്ററിൽ പ്രിൻറ്റ് ചെയ്യാൻ printf അല്ല, ഇവിടെ പകരം system.out.println ആണ് യൂസ് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോഗ്രാം സേവ് ചെയ്യണം. പ്രോഗ്രാം സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ മെയിൻ ഫംഗ്ഷൻ, ഇതാണ് നമ്മളെ മെയിൻ ഫംഗ്ഷൻ അല്ലേ? ഈ മെയിൻ ഫംഗ്ഷൻ ഏത് ക്ലാസ്സിൻ്റെ ഉള്ളിലാണോ എഴുതിയിട്ടുള്ളത് ആ ക്ലാസ്സിൻ്റെ പേരെന്താണ്? ഫസ്റ്റ് പ്രോഗ്രാം. ഇനി ചില പ്രോഗ്രാമിനകത്ത് ഒരു ക്ലാസ് മാത്രമായിരിക്കില്ല, ഒന്നിൽ കൂടുതൽ ക്ലാസ്സസ് എഴുതാൻ പറ്റും. അതാണ് നമ്മൾ ആ പ്രോഗ്രാം സ്ട്രക്ചറിനകത്ത് നേരത്തെ പറഞ്ഞത്. ഇതിന് മേലെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വേറെ ക്ലാസ് ഡിഫൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ക്ലാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇതിനുള്ളിൽ ഈ ക്ലാസ്സിൻ്റെ കോഡ് എഴുതാം. അപ്പോൾ തൽക്കാലം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല.
പക്ഷേ നമ്മൾ മെയിൻ കിടക്കുന്നത് ഈ ക്ലാസ്സിൻ്റെ ഉള്ളിലാണ്. ആ ക്ലാസ്സിൻ്റെ പേര് ഫസ്റ്റ് പ്രോഗ്രാം എന്നാണ്. അപ്പോൾ ഈ പ്രോഗ്രാം ഇതേ പേരിനായിരിക്കണം നിങ്ങൾ ഇനി ഈ ഫയൽ സേവ് ചെയ്യുമ്പോഴും കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫയൽ സേവ് ചെയ്യാം. നമുക്ക് തൽക്കാലം ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഞാനിപ്പോൾ വിൻഡോസിലാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ലിനക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ടെർമിനലിൽ വേറെ ഓപ്ഷനാണ്, vi ഫയൽ നെയിം ഡോട്ട് ജാവയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്ലാസ്സിൻ്റെ പേരെന്താണ്? ഫസ്റ്റ് പ്രോഗ്രാം. ഓക്കെ, ഫസ്റ്റ് പ്രോഗ്രാം ഡോട്ട് ജാവ. സി ആണെങ്കിൽ ഡോട്ട് സി ആണ് സേവ് ചെയ്യുക, പൈത്തൺ ആണെങ്കിൽ ഡോട്ട് py ആണ് യൂസ് ചെയ്യുക, ജാവ ആണെങ്കിൽ ഡോട്ട് ജാവ എന്നുള്ള എക്സ്റ്റൻഷനാണ് സേവ് ചെയ്യുക. അവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ഇത് ടെക്സ്റ്റിലാവും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അത് മാറ്റിയിട്ട് നിങ്ങൾ ഓൾ ഫയൽ ആക്കി കൊടുക്കുക. ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം? ഫയലിനെ സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. ഡെസ്ക്ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മളെ പ്രോഗ്രാം, ഫസ്റ്റ് പ്രോഗ്രാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യണം. ഇതാണ് നമ്മളെ പ്രോഗ്രാം. ആ പ്രോഗ്രാം ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് ഇതിങ്ങനെ വായിച്ചാൽ മനസ്സിലാകുന്നുണ്ട് അല്ലേ? സോ ദിസ് ഈസ് കോൾഡ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇനി ഇതിനെ കമ്പൈൽ ചെയ്യണം. ഇത് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വേറൊരു ഫയൽ കിട്ടും, എക്സ്ട്രാ ഒരു ഫയൽ വരും. അതിൻ്റെ എക്സ്റ്റൻഷന് ഡോട്ട് ജാവ എന്നല്ല ഉണ്ടാവുക, അതിൻ്റെ എക്സ്റ്റൻഷൻ ഡോട്ട് ക്ലാസ് എന്നായിരിക്കും ഉണ്ടായിരിക്കുക. ഡോട്ട് ക്ലാസ്. അതിന് പറയുന്ന പേരാണ് ബൈറ്റ് കോഡ്. ഒക്കെ നമുക്ക് പിന്നീട് പറയാം, ബൈറ്റ് കോഡ്. അപ്പോൾ ഇതിനെ നീ കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം കമാൻഡ് പ്രോംപ്റ്റിൽ വരിക. നിങ്ങൾ ലിനക്സ് ആണെന്നുണ്ടെങ്കിൽ ടെർമിനലായിരിക്കും. ഇവിടെ ഞാൻ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രോഗ്രാം കിടക്കുന്നത് ഡെസ്ക്ടോപ്പിലാണല്ലേ, അപ്പോൾ അങ്ങോട്ട് ഫസ്റ്റ് സ്വിച്ച് ചെയ്യണം. ഡെസ്ക്ടോപ്പിലോട്ട് വന്നു. ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം കിടക്കുന്നത്. DIR അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും നമ്മളെ പ്രോഗ്രാം. ഇവിടെ ഇതാണ് നമ്മളെ പ്രോഗ്രാം അല്ലേ, ഫസ്റ്റ് പ്രോഗ്രാം ഡോട്ട് ജാവ. ഇത് കമ്പൈൽ ചെയ്യാം. സ്ക്രീനൊന്ന് ഞാൻ ഫസ്റ്റ് ക്ലിയർ ചെയ്യട്ടെ. ഇത് കമ്പൈൽ ചെയ്യാൻ ഇവിടെ ജാവ കമ്പൈൽ ചെയ്യാൻ ജാവാ സി എന്നുള്ള കമാൻഡായി യൂസ് ചെയ്യാം. ജാവാ സി. നിങ്ങൾ സി ആണെങ്കിൽ എന്ത് ചെയ്യും? CC അല്ലെങ്കിൽ GCC എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യാറ്. ഇവിടെ ജാവ പ്രോഗ്രാം കമ്പൈൽ ചെയ്യാൻ ജാവാ സി ആണ് യൂസ് ചെയ്യുക. സ്പേസ് കൊടുക്കുക. ദെൻ നിങ്ങളെ ഫയൽ നെയിം കൊടുക്കുക, ഫസ്റ്റ് പ്രോഗ്രാം ഡോട്ട് ജാവ. എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കാണിച്ചു തരും. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രോംപ്റ്റ് വരും. ഇപ്പോൾ സക്സസ്ഫുൾ കമ്പൈലേഷനാണ്, ഒരു എററും ഇല്ല. നമ്മുടെ പ്രോഗ്രാമിനകത്ത് എററൊന്നും വന്നിട്ടില്ല. ഇനി എന്ത് ചെയ്യണം? ഇത് റൺ ചെയ്യണം അല്ലേ. റൺ ചെയ്യാൻ ജാവ ഫസ്റ്റ് പ്രോഗ്രാം. ഇവിടെ ഡോട്ട് ക്ലാസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഞാൻ റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഇത് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ഫയലും കൂടി എക്സ്ട്രാ വന്നു അല്ലേ. ഫസ്റ്റ് പ്രോഗ്രാം ഡോട്ട് ക്ലാസ് ഫയൽ. ഇതാണ് നമ്മളെ ജാവ പ്രോഗ്രാമാണിത്. ഡോട്ട് ജാവ ഫയൽ. ഇത് നമ്മളെ ക്ലാസ് ഫയൽ എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്തപ്പോൾ കിട്ടിയ ഫയലാണ് ഈ ക്ലാസ് ഫയൽ. ഇതാണ് ബൈറ്റ് കോഡ്. ഇതിനെ ബൈറ്റ് കോഡ് എന്നും പറയും. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്തത് ഈ ഒരു ലാപ്പിനകത്താണ് അല്ലേ. ഇനി നിങ്ങൾക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ഈ ഒരു ഫയലിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു ഫയൽ, ഈ ക്ലാസ് ഫയൽ ഈ കമ്പ്യൂട്ടറിലും വെച്ച് റൺ ചെയ്യിക്കാം. വേറെ ഏത് കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടുപോയിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ജാവ പ്രോഗ്രാമിൻ്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ടാണ് ഇതിന് ആ ഒരു പേര് വിളിക്കാൻ കാരണം. റൈറ്റ് വൺസ് റൺ എനിവേർ. ഈ ഡോട്ട് ക്ലാസ് ഫയലിൽ നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി വേണമെങ്കിലും റൺ ചെയ്യാൻ പറ്റും. ഇനി ജാവ പ്രോഗ്രാമിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഫയലിൽ റൺ ചെയ്യിക്കാം. അപ്പോൾ അത് റൺ ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ജാവ ദെൻ ഫസ്റ്റ് പ്രോഗ്രാം, ആ ക്ലാസ് നെയിം മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഡോട്ട് ക്ലാസ്സിന് എക്സ്റ്റൻഷൻ കൊടുക്കേണ്ട, ആ ക്ലാസ് നെയിം മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കാണും. ഹലോ വെൽക്കം എന്നുള്ള ആ മെസ്സേജ് അവിടെ പ്രിൻ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ചെറിയൊരു ജാവ പ്രോഗ്രാം. വളരെ സിമ്പിളാണ്. ഓക്കെ, ഒരു മെയിൻ ക്ലാസ് വേണം. ആ മെയിൻ ക്ലാസ്സിനുള്ളിലാണ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതേണ്ടത്. ദെൻ ആ ക്ലാസ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതിനുള്ളിലാണ് നിങ്ങളെ ബാക്കി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എഴുതേണ്ടത്, ബാക്കി പ്രോഗ്രാം ഒക്കെ എഴുതേണ്ടത്. ഇപ്പോൾ 2 നമ്പർ ആഡ് ചെയ്യേണ്ട പ്രോഗ്രാമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സീഡ് അതേ സിൻടാക്സ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. സിൻടാക്സ് സീഡ് അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 2 നമ്പർ ആഡ് ചെയ്യുന്ന പ്രോഗ്രാം ആണെങ്കിൽ ഇൻറ്റ് a = 10 b =
20 രണ്ട് നമ്പർ ഉണ്ട്, സി എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്, സി ഈക്വൽ ടു എ പ്ലസ് ബി, ദെൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println of the sum is, ഇവിടെ പെർസെൻറ്റേജ് ഡിയും കാര്യങ്ങളൊന്നുമില്ല, ദ സം ഈസ് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അതൊരു കോമ ഇട്ടിട്ട് കൊടുക്കുക. കോമ അല്ല പ്ലസ്, പൈത്തണിലാണ് കോമ, ഇവിടെ പ്ലസ് ആണ് യൂസ് ചെയ്യേണ്ടത്, കോൺകാറ്റിനേറ്റ് ചെയ്യാം. അതായത് ഈ ഒരു സം ഈസ് എന്നുള്ള മെസ്സേജിൻ്റെ കൂടെ സിക്കകത്ത് എന്താണോ വാല്യൂ ഉള്ളത് അത് പ്രിൻറ്റ് ചെയ്യുക. സിക്കകത്ത് എന്താ ഉള്ളത്, രണ്ട് നമ്പർ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യാനും വീണ്ടും ഇങ്ങോട്ട് വരിക, ജാവ സി ഫസ്റ്റ് പ്രോഗ്രാം ഡോട്ട് ജാവ, ഈ ഒരു പ്രോഗ്രാമാണ് റൺ ചെയ്യേണ്ടത്. ജസ്റ്റ് എൻ്റർ അടിക്കുക, എററൊന്നുമില്ല. റൺ ചെയ്യാൻ ജാവ ഫസ്റ്റ് പ്രോഗ്രാം, ദ സം ഈസ് 30. മനസ്സിലായല്ലോ അല്ലേ? വളരെ സിമ്പിളാണ്, ഇത്ര കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു സി ഓൾറെഡി പഠിച്ച ഒരാൾക്ക് ജാവ പ്രോഗ്രാം, ഞാൻ ഇടയ്ക്ക് പൈത്തൺ എന്ന് വരുന്നുണ്ടാവും, അതൊന്ന് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാം. ജാവ പ്രോഗ്രാം വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞാൽ ക്ലിയർ ആണോ? ഇനി നമുക്ക് തിരിച്ച് സ്ലൈഡിലോട്ട് തന്നെ വരാം. അപ്പോൾ ഇതിനകത്ത് ഇനി പറയുന്നത്, ഇതിനകത്തുള്ള ഓരോ സെക്ഷനാണ് പറയുന്നത്. ഫസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ ഉണ്ട്. വി ക്യാൻ റൈറ്റ് കമൻറ്റ്സ് ഇൻ ദിസ് സെക്ഷൻ. അതായത് നമ്മൾ പ്രോഗ്രാമിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ആ പ്രോഗ്രാം എന്നുള്ളത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാം. അതാണ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പ്രോഗ്രാമിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ കൊടുക്കാം. അത് നിങ്ങൾക്ക് സിംഗിൾ ലൈൻ ആയിട്ടോ മൾട്ടി ലൈൻ ആയിട്ടോ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് അവർ ഫസ്റ്റ് പ്രോഗ്രാം. അപ്പോൾ ഇതൊരു കമൻറ്റിങ് ആണ് അല്ലേ, ഒരു കമൻറ്റിങ് ആണ്. അതായത് അത് സ്കിപ്പ് ചെയ്യും, കമ്പൈലർ അത് സ്കിപ്പ് ചെയ്യും, അത് റൺ ചെയ്യില്ല. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം, ഫോർവേഡ് സ്ലാഷ് സ്റ്റാർ, ദെൻ അത് എൻഡ് ചെയ്യാൻ സ്റ്റാർ ഫോർവേഡ് സ്ലാഷ്, ഇങ്ങനെയും കൊടുക്കാം. രണ്ടും വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ. അപ്പോൾ ഇവിടെ സിംഗിൾ ലൈൻ കമൻ്റ് ഉണ്ട്, മൾട്ടി ലൈൻ കമൻ്റ് ഉണ്ട്, ഡോക്യുമെൻറ്റേഷൻ കമൻ്റ് ഉണ്ട്. അപ്പോൾ സിംഗിൾ ലൈൻ കമൻ്റ് ആയിട്ട് നിങ്ങൾ നോർമലി യൂസ് ചെയ്യുക ഫോർവേഡ് സ്ലാഷായി യൂസ് ചെയ്യുക. ഇതിനകത്തൊരു സിംഗിൾ ലൈന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടി ലൈൻ കമൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, ഒന്നിൽ കൂടുതൽ ലൈന് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് എവിടെയാണോ അത് എൻഡ് ചെയ്യുന്നത് അവിടെ തിരിച്ചിടുക. ആദ്യം സ്റ്റാർ, ദെൻ ഫോർവേഡ് സ്ലാഷ്. ഇതാണ് എന്ത്, മൾട്ടി ലൈൻ കമാൻഡ്. ഡോക്യുമെൻറ്റേഷൻ കമാൻഡ് നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, രണ്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. സിംഗിൾ ലൈനോ മൾട്ടി ലൈനോ യൂസ് ചെയ്യാം. ദെൻ കമൻറ്റ്സ്. ഇനി പ്രോഗ്രാമിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് കമൻറ്റിങ് യൂസ് ചെയ്യുക. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിംഗിൾ ലൈൻ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടി ലൈൻ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ കമൻറ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ പ്രോഗ്രാമിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമ്മളെ പ്രോഗ്രാമിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ലൈന് വേണമെങ്കിൽ ഒരു കമൻറ്റിങ് എഴുതാം. ഇവിടെ നെക്സ്റ്റ് ലൈൻ ഇൻഡിക്കേറ്റ്സ് ദി അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ്, ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ കാര്യം ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ എഴുതാം. ഇവിടെ എഴുതാം ദീസ് ലൈൻ ഇൻഡിക്കേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, ദീസ് ലൈൻ ഇൻഡിക്കേറ്റ്സ് ദി അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യും, കമ്പൈലർ ഇത്രയും കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യും. ആ ഫോർവേഡ് സ്ലാഷ്, ഡബിൾ ഫോർവേഡ് സ്ലാഷിൻ്റെ അവിടെ നിന്നുള്ളത് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യും. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുക. അതിനകത്ത് പ്രോഗ്രാമിനകത്ത് മിസ്റ്റേക്കൊന്നും ഇല്ല. ഇതൊന്ന് റൺ ചെയ്യാം നമുക്ക്. ഓക്കെ, ഔട്ട്പുട്ടിൽ മാറ്റമൊന്നുമില്ല, സെയിം ഔട്ട്പുട്ട് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ അതാണ് കമൻറ്റിങ്. അടുത്തതാണ് പാക്കേജ് സ്റ്റേറ്റ്മെൻറ്റ്. പാക്കേജ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് ചില പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് പാക്കേജ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പാക്കേജ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടി നിങ്ങൾക്ക് പാക്കേജ് എന്നുള്ളൊരു കീവേഡ് ഉണ്ട്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് പാക്കേജ്.
ഇപ്പോൾ നിങ്ങളൊരു ഗെയിമൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ജാവ പ്രോഗ്രാം യൂസ് ചെയ്തൊരു ഗെയിം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഗെയിമിനകത്ത് നിങ്ങളൊരു സിംഗിൾ ജാവ പ്രോഗ്രാം മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുക, വേറെയും കുറേ ഫയൽസ്, സപ്പോർട്ടിംഗ് ഫയൽസും അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ക്ലാസ്സസ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കേസിൽ ആ ഫയൽസ് എല്ലാം റിലേറ്റിംഗ് ടു ദാറ്റ് ഗെയിം അല്ലേ, ആ ഒരു പർട്ടിക്കുലർ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട ഫയൽസിനെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പാക്കേജ് ആക്കി മാറ്റാൻ പറ്റും. പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡർ, കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾ ഫോൾഡർ ഡയറക്ടറി എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ ഒരു ഫോൾഡറിനുള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പി ചെയ്ത് കൊണ്ടിടാൻ പറ്റും. അതിനാണ് പാക്കേജ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം എങ്ങനെ പാക്കേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആദ്യം നിങ്ങൾ പാക്കേജ് എന്നുള്ള കീവേഡ് കൊടുക്കും, ദെൻ പാക്കേജ് നെയിം കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാക്കേജ് നിങ്ങൾക്കൊരു ഗെയിം ഫിഫ, നിങ്ങളൊരു ഫിഫ ഗെയിം ജാവ പ്രോഗ്രാം യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഗെയിമുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ് ഫയൽസും ഈ ഒരു ഫോൾഡറിൽ കൊണ്ട് കോപ്പി ചെയ്യണം. അതാണ് അതിൻ്റെ മീനിങ്. അടുത്തത് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ സിയിൽ ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാഷ് ഇൻക്ലൂഡ് അല്ലേ. അതിന് ഈക്വലൻ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും, ദെൻ പാക്കേജ് നെയിം യൂസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇമ്പോർട്ട് java.io.star ഇൻപുട്ട് ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട എല്ലാ ഫങ്ഷൻസും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പാക്കേജിനകത്താണ്. ഇമ്പോർട്ട് java.io.star ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മൊഡ്യൂൾസും അല്ലെങ്കിൽ എല്ലാ പാക്കേജസും വന്നിട്ടുള്ളത് ഈ ഒരു പാക്കേജിൽ നിന്നാണ്. അപ്പോൾ അതിനെ നിങ്ങളെ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സിയിൽ ഹാഷ് ഇൻക്ലൂഡ് stdio.h ചെയ്യുന്ന അതേപോലെ തന്നെ അതേ കൺസെപ്റ്റ് തന്നെയാണ്, അതേ പർപ്പസ് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഒരു സിസ്റ്റം റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യണമെന്നെങ്കിൽ util.date കിട്ടണമെങ്കിൽ util.date ഉണ്ട്, അങ്ങനെ കുറേ പാക്കേജസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ പാക്കേജ് സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞു. അടുത്തത് അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ട് java.io.star, ഇമ്പോർട്ട് ഓൾ ക്ലാസ്സസ് ഫ്രം java.io.package, ഇമ്പോർട്ട് java.util.date. നിങ്ങൾക്ക് കറൻറ്റ് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാക്കേജ് യൂസ് ചെയ്യാം. ഇമ്പോർട്ട് java.applet.star, അതായത് വെബ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ജാവ പ്രോഗ്രാമാണ് ആപ്ലെറ്റ്. അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അടുത്തത് ക്ലാസ് ഡെഫിനിഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ട്, ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ, ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. സോ ആദ്യം ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം, ദെൻ ക്ലാസ് നെയിം കൊടുക്കണം. സോ ദിസ് ഈസ് ദി ക്ലാസ് നെയിം. എക്സാമ്പിൾ എന്നുള്ളതാണ് ക്ലാസ് നെയിം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നിങ്ങളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ചില റൂൾസ് ഫോളോ ചെയ്യണം. ആ റൂൾസ് എല്ലാം ഇവിടെയും ബാധകമാണ്. അതായത് നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, ഇൻ ബിറ്റ്വീൻ സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല, കീവേഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസൊക്കെ എന്ത് ചെയ്യാണ്, ഇവിടെയും ബാധകമാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രോഗ്രാമിനകത്ത് ഒരു ക്ലാസ് മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുക, ഒന്നിൽ കൂടുതൽ ക്ലാസ്സസ് ഒരു പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ക്ലാസ് എഴുതുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റർ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാം നോക്കിയേ, ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് എഫ് എന്താണ്, എഫ് ക്യാപിറ്റലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതുപോലെ പിയും ക്യാപിറ്റലാണ്, എഫും പിയും ക്യാപിറ്റലാണ്. അതിന് മീനിങ് അത് ബൈ കൺവെൻഷൻ അങ്ങനെയാണ് യൂസ് ചെയ്യുക. അത് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ശീലിക്കുക. സ്മോൾ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രാം വർക്ക് ചെയ്യും കേട്ടോ, അതിൽ പേടിക്കാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോഴേ അങ്ങനെ ശീലിക്കുക. അത് സ്റ്റാർട്ടിങ് ലെറ്ററും ദെൻ കൺസിക്യൂട്ടീവ് വേർഡ്സിൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റർ എല്ലാം എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പ്രോഗ്രാം ചെയ്യുകയാണെന്ത്, മൈ കാൽക്കുലേറ്റർ എന്നുള്ളൊരു ക്ലാസ് എഴുതുകയാണെങ്കിൽ നിങ്ങൾ എം ക്യാപിറ്റൽ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, സിയും ക്യാപിറ്റൽ എഴുതുക. ഇൻ ബിറ്റ്വീൻ സ്പേസ് കൊടുക്കരുത്, ഇങ്ങനെ ക്ലാസ് എഴുതുക. ക്ലാസ് മൈ കാൽക്കുലേറ്റർ ഇതിനുള്ളിലുള്ള കോഡ് എഴുതുക. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? സോ ക്ലാസ് നെയിം, ദെൻ ക്ലാസ് എന്നുള്ള കീവേഡ്. അപ്പോൾ നോർമലി ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ കുറേ മെത്തേഡ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൻ എന്നുള്ളത് ഒരു മെത്തേഡാണ്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇറ്റ്സ് എ ഫംഗ്ഷൻ.
നിങ്ങൾ സിയിൽ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പൈത്തണിൽ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് ഈക്വലൻ ടു എ മെത്തേഡ്. അത് രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ മെത്തേഡ് എന്നുള്ളത് നോർമലി ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് പറയാം, ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി. ഓക്കെ, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഒരു ക്ലാസ്സിനുള്ളിൽ മെത്തേഡ് ഉണ്ടാവുമെന്ന് മാത്രം മനസ്സിലാക്കാൻ, എനിക്ക് ഓവറായിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല. പിന്നെ മെയിൻ മെത്തേഡ് ഉണ്ടായിരിക്കും. മെയിൻ മെത്തേഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു ക്ലാസ്സിനുള്ളിൽ ഒരു മെയിൻ മെത്തേഡ് ഉണ്ടായിരിക്കും. ആ മെയിൻ മെത്തേഡ് തൊട്ടാണ് പ്രോഗ്രാം എക്സിക്യൂഷന് സ്റ്റാർട്ട് ചെയ്യുക. പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ സിയിൽ വോയിഡ് മെയിൻ പറഞ്ഞു അല്ലേ, വോയിഡ് മെയിൻ തൊട്ടാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ജാവയിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൽ ഈ ലൈൻ തൊട്ടാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. എക്സിക്യൂഷൻ സ്റ്റാർട്ട്സ് ഫ്രം ദീസ് ലൈൻ ഓൺവേർഡ്സ്. ആ ലൈൻ തൊട്ടാണ് പ്രോഗ്രാം എക്സിക്യൂഷന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതിനുള്ളിലൊരു ആർഗ്യുമെൻ്റ് കൊടുത്തിട്ടുണ്ട്, അതിനെ പറയുന്ന പേരാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് എന്ന് പറയും. നിങ്ങൾ സിയിൽ ഓൾറെഡി പഠിച്ചതാണത്. അത് നമുക്ക് ഇവിടെ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം, പിന്നീട് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് എക്സിക്യൂഷൻ ടൈമിൽ എന്തെങ്കിലും വാല്യൂസ് പ്രോഗ്രാമിനകത്തോട്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്. ഇപ്പോൾ മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സിയിൽ നിങ്ങൾ എന്താ ചെയ്യുക, വോയിഡ് മെയിൻ, ജസ്റ്റ് വോയിഡ് മെയിൻ എന്നാണ് എഴുതാറ്. പക്ഷേ ഇവിടെ വോയിഡ് മെയിൻ അല്ല, ഇവിടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഇങ്ങനെയാണ് എഴുതാറ്. ഈ ഓരോ വേർഡിനും പബ്ലിക്കിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, സ്റ്റാറ്റിക്കിന് വേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്, വോയിഡിനൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓരോ വേർഡിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പബ്ലിക് മീൻസ് ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ബൈ കോഡ് ഔട്ട്സൈഡ് ഓഫ് ഇറ്റ്സ് ക്ലാസ്. അതായത് പബ്ലിക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 4 ആക്സസ് സ്പെസിഫയർ വരുന്നുണ്ട്. നമുക്ക് ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പഠിക്കാനുണ്ട്. പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ആൻഡ് ഡിഫോൾട്ട്, ഇങ്ങനെ 4 ആക്സസ് സ്പെസിഫയർ ഉണ്ട്. അതായത് ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് എവിടെ നിന്നെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്കോപ്പ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ഈ 4 വേർഡ് വെച്ചിട്ടാണ്. പ്രൈവറ്റ് ആണെങ്കിൽ എന്താണ്, അത് പ്രൈവറ്റ് ആണ്, അത് ആ ഒരു ക്ലാസ്സിനുള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. പബ്ലിക് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഈ മെയിൻ ഫംഗ്ഷനെ ആർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കോൾ ചെയ്യാം, അതാണ് അതിൻ്റെ മീനിങ് പബ്ലിക്. സ്റ്റാറ്റിക് മീൻസ് ഈസ് യൂസ്ഡ് വെൻ വി വാണ്ട് ടു ആക്സസ് എ മെത്തേഡ് വിത്തൗട്ട് ക്രിയേറ്റിംഗ് ഇറ്റ്സ് ഒബ്ജക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ജാവയിൽ ഒരു ഫംഗ്ഷനെ പറയുന്ന പേര് മെത്തേഡ് എന്നാണ് അല്ലേ. ഈ മെത്തേഡ് എന്നുള്ളത് ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഒരു കാർ എന്നുള്ളൊരു ഒബ്ജക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാറിൻ്റെ ഒരു മെത്തേഡ് എന്താണ്, മൂവ് ഫോർവേഡ്, മുന്നോട്ട് പോവുക, ടേൺ റൈറ്റ്, ടേൺ ലെഫ്റ്റ്, മൂവ് ബാക്ക്വേഡ്, ഇതൊക്കെ കാറിൻ്റെ മെത്തേഡാണ് അല്ലെങ്കിൽ ഫങ്ഷണാലിറ്റിയാണ്. അപ്പോൾ ഈ കാർ എന്നുള്ള ഒബ്ജക്റ്റിൻ്റെ മെത്തേഡാണ് അല്ലേ. സോ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫംഗ്ഷനെ പറയുന്ന പേരാണ് മെത്തേഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു മെത്തേഡ് കോൾ ചെയ്യണം, മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒബ്ജക്റ്റിനെ പറയണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാറിനെ മുന്നോട്ട് മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ കാർ എന്നുള്ള ഒബ്ജക്റ്റ് പറഞ്ഞു കൊടുക്കണം. ദെൻ മൂവ് ഫോർവേഡ്, അത് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ പിന്നീട് മനസ്സിലാവും. ഒരു കാറിനെ മുന്നോട്ട് മൂവ് ചെയ്യിക്കാൻ, ഒരു ഗെയിമൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കാറിനെ മുന്നോട്ട് മൂവ് ചെയ്യിക്കാൻ മൂവ് ഫോർവേഡ്. ഓക്കെ, അതൊരു ഫംഗ്ഷൻ കോളിംഗ് ആണ്. ഇപ്പോൾ ഒരു സി പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മൂവ് ഫോർവേഡ് എന്ന് മാത്രമേ കോൾ ചെയ്യുള്ളൂ, ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റും കൂടി പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു മെയിൻ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജാവ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒബ്ജക്റ്റ് ഒന്നും ക്രിയേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇല്ലാണ്ട് മെയിൻ എന്നുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ മെയിൻ എന്നുള്ള മെത്തേഡിനെ എക്സിക്യൂട്ട് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാറ്റിക് യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ല. നിങ്ങൾക്ക് സ്റ്റാറ്റിക് എന്നുള്ള ടോപ്പിക്ക് നമുക്ക് പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതൊന്ന് ക്ലിക്കാവും. അവിടെ ഞാൻ ഒന്നും കൂടി പറയാം എന്തിനാണ് സ്റ്റാറ്റിക് എന്നുള്ളത്, പർപ്പസ് എന്താണെന്ന് ഞാൻ അവിടെ ഒന്നുകൂടി പറയാം. ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ജാവ പ്രോഗ്രാമിനകത്ത് ഒരു മെത്തേഡ് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് നിർബന്ധമാണ്. പക്ഷേ ആ മെത്തേഡ് നിങ്ങൾ സ്റ്റാറ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒബ്ജക്റ്റ് ഇല്ലാണ്ട് ആ മെത്തേഡിനെ കോൾ ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ മെയിൻ എന്നുള്ള മെത്തേഡിനെ സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഒബ്ജക്റ്റ് ഇല്ലാണ്ട് മെയിനിനെ കോൾ ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ്. ദെൻ വോയിഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, അത് നിങ്ങൾ സിയിൽ പഠിച്ചതാണ്. റിട്ടേൺ ടൈപ്പാണ് വോയിഡ്.
ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ചിലപ്പോൾ അത് ഇൻറ്റ് മെയിൻ ആകാം, അല്ലെങ്കിൽ ഫ്ലോട്ട് മെയിൻ ആകാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നും റിട്ടേൺ ചെയ്യാനില്ല, അതുകൊണ്ട് വോയിഡ് മെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ മെയിൻ ഫംഗ്ഷന്, ദെൻ അതിനുള്ളിൽ എന്തുണ്ട്, കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് ഉണ്ട്, അറേ ഓഫ് സ്ട്രിങ് അറേ അല്ലേ, സ്ട്രിങ് അറേ. സോ ദാറ്റ് ഈസ് കോൾഡ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്. സോ സ്ട്രിങ് ആർഗ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ പ്രോഗ്രാമിനകത്തോട്ട് പാസ് ചെയ്യുന്ന വാല്യൂ എടുക്കാനും വേണ്ടിയിട്ടാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യുക. അതും ഈ ഒരു മൊഡ്യൂളിൻ്റെ ലാസ്റ്റിൽ ടോപ്പിക്ക് വരുന്നുണ്ട്, അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇതിൻ്റെ സ്ട്രക്ചർ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ, പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ മാത്രമേ പറയുന്നുള്ളൂ. അതേപോലെ തന്നെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ ഫംഗ്ഷൻ. നിങ്ങൾ സിയിൽ പ്രിൻ്റ് എഫ് പഠിച്ചു, പൈത്തണിൽ പ്രിൻ്റ് പഠിച്ചു. അതിന് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ. ഓക്കെ, ആ പ്രിൻ്റ്എൽഎൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൽ നിങ്ങൾ ഡബിൾ കോട്ടിൽ എന്താണോ കൊടുക്കുന്നത് അത് അതേപോലെ മോണിറ്ററിൽ പ്രിൻ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അത് നിങ്ങൾ സിയിലൊക്കെ പഠിച്ച അതേപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ വെറും പ്രിൻ്റ്എൽഎൻ എന്ന് എഴുതരുത്, അല്ലെങ്കിൽ പ്രിൻ്റ് എന്ന് എഴുതരുത്, പകരം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ എന്ന് എഴുതണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എന്നും എഴുതാം. പ്രിൻ്റ്എൽഎൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ലൈൻ ക്യാരക്ടറും കൂടി അതിൻ്റെ കൂടെ എക്സ്ട്രാ വരുന്നുള്ളൂ. പിന്നെ അടുത്ത കഴ്സർ അടുത്ത ലൈനിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ജമ്പ് ആവും. നിങ്ങൾ സ്ലാഷ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്ലാഷ് എന്ന് ഇവിടെയും വർക്ക് ചെയ്യും കേട്ടോ, സിയിൽ യൂസ് ചെയ്യുന്ന സ്ലാഷിനൊക്കെ ഇതിലും വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ജാവ പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, ജാവയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യും. പിന്നെ ഒരു ജാവ പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയൊരു സ്ട്രക്ചർ എന്താണ്, അതെങ്ങനെ ജാവ പ്രോഗ്രാം നിങ്ങളെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യും, ദെൻ ഒരു ജാവ പ്രോഗ്രാം എങ്ങനെ എഴുതും, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് പഠിക്കുക തന്നെ വേണം, പ്രോഗ്രാം ചെയ്ത് എക്സ്പേർട്ട് ആവണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിയറി ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നിങ്ങൾ തിയറി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇതൊരു പ്രൊജക്റ്റ് ബേസ്ഡ് കോഴ്സാണ്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഇതൊരു പ്രൊജക്റ്റ് ബേസ്ഡ് കോഴ്സാണ്. അപ്പോൾ ഈ സെമ്മിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച ഇത് വെച്ചിട്ട് ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അത് നിങ്ങളെ കോളേജിൽ നിന്ന് നിങ്ങളെ ടീച്ചർ അത് അസൈൻ ചെയ്യും, പ്രൊജക്റ്റ് എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും, എന്ത് ടോപ്പിക്കാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിങ് പഠിക്കേണ്ടി വരും, ജാവ പ്രോഗ്രാം പഠിക്കേണ്ടി വരും. കാരണം ഇതൊരു പ്രൊജക്റ്റ് ബേസ്ഡ് കോഴ്സാണ്. ഇതിന് ലാബില്ല. പഴയ സ്കീം 2019 സ്കീമിനകത്തൊക്കെ ഇതിന് കറസ്പോണ്ടിങ് പാരലലി ഒരു ലാബ് ഉണ്ടായിരുന്നു, ജാവ പ്രോഗ്രാമിംഗ് ലാബ് ഉണ്ടായിരുന്നു. ഈ ഒരു 2024 സ്കീമിനകത്ത് ഈ സബ്ജക്റ്റിന് ലാബില്ല. ഇത് അത്യാവശ്യമായിട്ട് ലാബ് വേണ്ട ഒരു സബ്ജക്റ്റാണിത്. പക്ഷേ ഇതിന് 2024 സ്കീമിൽ ഈ സബ്ജക്റ്റിന് ലാബ് കൊടുത്തിട്ടില്ല. പകരം എന്താക്കിയിട്ടുണ്ട്, ഇതിനെ ഒരു പ്രൊജക്റ്റ് ബേസ്ഡ് കോഴ്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് രീതിയിൽ എന്ത് വേണം, ഇത് പഠിക്കാൻ. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പഠിക്കാൻ തന്നെ വേണം. അതുകൊണ്ടാണ് ലാബ് എടുത്ത് ഒഴിവാക്കിയത്. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രോഗ്രാമിംഗ് ചെയ്ത് പഠിക്കാൻ തന്നെ വേണം, തിയറി പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.